നല്ല ഫ്ലെയർഡ് അംബർല പലാസോ കട്ടിങ് വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജോർജറ്റ് ആൻഡ് ക്രേപ്പ് ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ലൈനിങ് ഫാബ്രിക് ജോയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് ഞാനല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റാഫാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്റ്റിച്ചിങ്ങും നമ്മുടെ സ്റ്റിച്ചിങ്ങും തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 7 to 8 ഇയർ ഏജിൽ വരുന്ന ഒരു കുട്ടിക്കായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ജോർജറ്റ് ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. അതിൻ്റെ ക്രോച്ച് ഏരിയ മുകൾ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ബോട്ടത്തിൻ്റെ ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് മെത്തേഡിൽ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നത് ലോക്കിംഗ് ഇല്ലാതെ, അതായത് ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോക്ക് ചെയ്യുമ്പം വൈറ്റ് കളർ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റൈറ്റ് സൈഡും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബോട്ടത്തിൻ്റെ ഒറ്റ സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ മേളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇത് തിരിച്ചിട്ടിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിൽ സ്റ്റിച്ചിങ് കാണുകയുമില്ല, അത്യാവശ്യം ഫിനിഷിങ്ങോടുകൂടി കിട്ടുകയും ചെയ്യാം. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിൻ്റെയും നമ്മുടെയും സ്റ്റിച്ചിങ് ഒക്കെ സെയിം ആണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസും കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവരുടെ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നതിലേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ സ്റ്റിച്ചിങ് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ രണ്ട് പോർഷൻ്റെയും മെയിൻ ഫാബ്രിക് ജോയിനിങ് കഴിഞ്ഞു. അപ്പോൾ ആ ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്തിട്ട് അവർ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയാണ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ മറിച്ചിട്ട ഭാഗം വീണ്ടും അതിൻ്റെ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ ആദ്യം ജോർജറ്റ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ക്രേപ്പ് ഫാബ്രിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യാതെ തന്നെ സൈഡ് ഫിനിഷിംഗ് ആണ് ആൾ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് രണ്ട് പോർഷനും കൂടിയും ക്രോച്ച് ഏരിയ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ക്രോച്ച് ഏരിയയും ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്ക് നോർമലി ലോക്ക് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്ത് കൊടുക്കാം. സോ അത് ഞാനിത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ. ഓരോ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ കൂടെയാണ്, അതായത് ഞാൻ പറഞ്ഞ ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആളിപ്പോൾ ഇതാ റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും മറിച്ചിട്ടിട്ടാണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലോക്ക് ചെയ്യാൻ വേണ്ട, രണ്ട് സൈഡിലും നല്ല പ്രോപ്പർ ഫിനിഷിങ്ങിൽ സ്റ്റിച്ചിങ്ങും കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബെൽറ്റ് ചെയ്യണം. 4 ഇഞ്ച് വിഡ്ത്തിലാണ് ബെൽറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തിട്ട്. അംബ്രല്ല പലാസ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ബെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. ഫുൾ ഇലാസ്റ്റിക്കിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. പലാസോ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിരുന്ന ഫാബ്രിക്സിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് ബെൽറ്റിനായിട്ട് യൂസ് ചെയ്യുകയാണ്. ക്രേപ്പ് ഫാബ്രിക്കും ജോർജറ്റും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് തന്നെ ബെൽറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഒരു ബലമില്ലാതെ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനി അത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അറ്റാച്ചതിന് ശേഷം നമ്മളിത് ഫോൾ സൈഡായിട്ട്, അതായത് റോങ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മടക്കി വെക്കുന്ന രീതി പോലെ നമ്മൾ അറ്റാച്ച് ചെയ്യുക. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത്. ഇവരുടെ ലോവർ പോർഷൻ ഫോൾഡ് ചെയ്യുന്നതെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെ കിട്ടാൻ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിന് നമുക്ക് ഏതെങ്കിലും ഒരു ഹാൻഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടീമാരായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ ത്രൂ ആണ് നമുക്ക് കിട്ടുക, ഏജൻസി കാര്യങ്ങളായിട്ടൊന്നും അല്ല. പിന്നെ നമുക്ക് ഇവരുടെ സാലറി കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് മാത്രമുള്ളവർക്ക് നമുക്കിപ്പോൾ കറൻ്റ്ലി 950 to 1000 റേഞ്ച്, 1100 വരെയും കൊടുക്കുന്ന ആളുകളുണ്ട്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയുന്ന ആൾക്കാർക്ക് 1400 1500 ഒക്കെ വരുന്ന റേഞ്ചിലാണ് ഇവിടെ സാലറി പെർ ഡേ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്റ്റാഫിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ സാലറി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നിർത്തുമ്പം അവർക്ക് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ വരുന്നുണ്ട്. ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റോങ് സൈഡ് ഫാബ്രിക്കിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ബെൽറ്റ് എപ്പോഴും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഒരു പീസ് അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട ഇലാസ്റ്റിക് എടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നൊരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാവുന്നതാണ്. പലരും പല മെത്തേഡിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് നോർമലി കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത്. ദെൻ ആ ബെൽറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്.
ആ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അറ്റാച്ച് ചെയ്യുക. ബട്ട് ഇവർ ഡയറക്റ്റ് ആ 2 ഫോൾഡിങ്ങും ഒരുപോലെ ചെയ്യും കേട്ടോ. കാരണം അത്ര ഫിനിഷിങ്ങിൽ അവർ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. നല്ല രസമാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാനൊക്കെ ആയിട്ട്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിൽ കൂടെ ഇതുപോലൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബെൽറ്റ് അറ്റാച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാ വീണ്ടും ഫോൾഡിംഗ് ഒക്കെ മാറ്റിയതിന് ശേഷം കറക്റ്റ് കട്ടിങ് കറക്റ്റ് ആക്കിയതിന് ശേഷം അടി മടക്കി അടിക്കുകയാണ്. ഇവർ അടി മടക്കി അടിക്കുന്നത് വളരെ ചെറുതായിട്ടുള്ള രീതിയിലാണ്. അത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറുള്ളത്. ആൻഡ് ലൈനിങ് ഫാബ്രിക് ഒരു 1 ഇഞ്ചൊക്കെ മെയിൻ ഫാബ്രിക്കിനേക്കാളും കുറവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത് കുറച്ച് വീതിക്കാണെങ്കിലും പ്രോബ്ലം അല്ല. അംബ്രല്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വീതി കുറച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.